എന്താ ഖുർആൻ ആവർത്തിച്ച് വായിക്കപ്പെടേണ്ടത്. എങ്ങനെ ആവർത്തിച്ച് വായിക്കണം ഖുർആൻ വായിക്കുമ്പോൾ എനിക്ക് ആദ്യം ഖുർആനൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത്. കാരണം ഒന്നുമായിട്ട് അങ്ങോട്ട് ചേരുന്നു. എന്താ ഖുർആൻ എന്ന വാക്കിനത് ആവർത്തിച്ച് വായിക്കുക. എങ്ങനെ ആവർത്തിച്ച് വായിക്കണം? ആദ്യം കണ്ണുകൊണ്ട് വായിക്കണം, പിന്നെ മനസ്സുകൊണ്ട് വായിക്കണം, പിന്നെ ബോധം കൊണ്ട് വായിക്കണം, പിന്നെ പ്രജ്ഞ കൊണ്ട് വായിക്കണം, പിന്നെ ആത്മാവ് കൊണ്ട് വായിക്കണം. ആവർത്തിച്ച് വായിക്കണം. അത് സ്വർഗത്തെക്കുറിച്ചാണ് ഖുർആനിൽ മുഴുവനും പറഞ്ഞത്. അല്ല, നിന്റെ മടക്കം ഖിയാമത്ത് നാളിലേക്കല്ല. ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിലേക്ക്. നിന്റെ മടക്കം ഖിയാമത്ത് നാളിലേക്കല്ല. നിന്റെ മടക്കം നരകത്തിലേക്കല്ല. നിന്റെ മടക്കം സ്വർഗത്തിലേക്കല്ല. നിന്റെ മടക്കം അള്ളാഹുവിങ്കിലേക്കത്രേ. അള്ളാഹു എന്നാൽ നാമവും രൂപവും ഇല്ലാത്ത. നിന്റെ മടക്കം അള്ളാഹുവിങ്കിലേക്കത്രേ. ആ അള്ളാഹുവിനെങ്കിലേക്ക് മടങ്ങുന്നതിന് എന്തു വേണം? അതിനെ അറിയണം. ഏതിനെ അറിയണം? നിന്റെ ഉള്ളിലിരിക്കുന്ന സംഗതിയെ നീ അറിയണം. ഹിറാ ഗുഹയിലിരുന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തോട് അള്ളാഹു റഹ്മത്തആല ശരീരിലൂടെ കൽപ്പിച്ചു, മുഹമ്മദേ നീ എന്നെ കാണുന്നുണ്ടോ മുഹമ്മദേ? അള്ളാഹു റഹ്മത്തആല ഞാൻ കാണുന്നില്ല. അള്ളാഹു റഹ്മത്തആല മുഹമ്മദേ നീ എന്നെ അറിയുന്നുണ്ടോ മുഹമ്മദേ? അള്ളാഹു റഹ്മത്തആല ഞാൻ അറിയുന്നില്ല. അള്ളാഹു റഹ്മത്തആല മുഹമ്മദേ നിന്റെ ധനത്തിൽ പകുതി പാവപ്പെട്ടവനുള്ളതാണ്. അത് നിന്റെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അതിനെന്താ അള്ളാഹു റഹ്മത്തആല എൻ്റെ കയ്യിൽ ഒരു ദിർഹവും ഇല്ലല്ലോ. അള്ളാഹു റഹ്മത്തആല ഒരു ദിർഹവും എൻ്റെ കൈവശമില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് കൊടുക്കുക? ഞാൻ പാവപ്പെട്ടവനാണെന്ന് അള്ളാഹുവിനെ അറിയില്ലേ? ഞാൻ എന്താ കൊടുക്കുക? മുഹമ്മദേ നിന്റെ കയ്യിലിരിക്കുന്ന ധനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള അറിവാണ് കൊടുക്കാൻ. അതാണ് പറഞ്ഞത്. ഖുർആൻ എങ്ങനെ വായിക്കണം? ആവർത്തിച്ച് വായിക്കണം. അതിന്റെ അർത്ഥം തന്നെ ആവർത്തിച്ച് വായിക്കണം എന്നാണ് ഖുർആന്റെ അർത്ഥം. അത് മാത്രമല്ല, എങ്ങനെ ആവർത്തിച്ച് വായിക്കല്? ഏതാണ് ഈ ഊള എന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്ന് എന്തെല്ലാം സാങ്കേതിക വിദ്യകളുടെ അറിവ്. ഈ 21ാം നൂറ്റാണ്ടാണിത്. നമ്മളെ കയ്യിൽ തന്നെ അതിനൊക്കെയുള്ള അറിവുകൾ കയ്യിലുണ്ട്. നമുക്ക് ചോദിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഇമാതിരി വർത്തമാനം പറയാവുള്ളൂ. ആവർത്തിച്ച് വായിക്കണം എന്നല്ല, വായിക്കപ്പെടേണ്ടത് എന്നാണ്. വായിക്കപ്പെടേണ്ടത്, ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. വായിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ വായിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. ആവർത്തിച്ച് വായിക്കേണ്ടതെന്നല്ല. അതെങ്ങനെ ആവർത്തിച്ച് വായിക്കല്? അവൻ കണ്ണുകൊണ്ടാണ് അവൻ വായിക്കൽ. മനസ്സിലാക്കണം. അവൻ കണ്ണുകൊണ്ട് വായിക്കും, പിന്നെ അവൻ മൂക്ക് കൊണ്ടും വായിക്കും, നാവ് കൊണ്ടും വായിക്കും, പിന്നെ ഹൃദയം കൊണ്ട് വായിക്കും, പിന്നെ അവൻ എന്താണ് ആത്മാവിനെ കൊണ്ടും വായിക്കും. ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ ആവർത്തിച്ച് വായിക്കൽ. ഏതാണ് ഈ ഊള എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. കാരണം എനിക്കാണെങ്കിൽ ഊളകളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഊളംപാറേക്കാണ് ഇവരൊക്കെ വിടേണ്ടത്. കാരണം അത്രമാത്രം വലിയ ഊളയാണ്. വിഡ്ഢികൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോരാ, വിഡ്ഢി എന്ന് പറയാൻ ഇവനെ പറ്റൂല. കാരണം ഊള എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം വിഡ്ഢിത്തരം മാത്രം പറയുന്നില്ല. ഇത്തരം മാത്രം ഈ സാങ്കേതിക വിദ്യയുള്ള ഈ കാലത്താണ് പറഞ്ഞത്. പിന്നെ ഈറാ ഗുഹയിൽ ചെന്നിട്ടാണ് പ്രവാചകന് എന്ത് പറഞ്ഞു കൊടുത്തത്? പിന്നെ സക്കാത്ത് കൊടുക്കണം, നീ നിന്റെ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കണം പറഞ്ഞു. ഈറാ ഗുഹയിൽ ചെന്നിട്ടാണ്. എന്താണ് സക്കാത്ത് എന്നുള്ളതിന് പോലും അറിയില്ല. സക്കാത്ത് നിന്റെ മുതലിൽ നിന്ന്, നീ സമ്പാദിച്ചതിൽ നിന്ന് 2-2.5% അതിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമാണെന്നാണ്. നീ ദിക്ര എഴുതി കൊടുത്തോണ്ട്, നിന്റെ അറിവ് എഴുതി കൊടുത്തോണ്ടൊന്നും യാതൊരു കാര്യമില്ല. സക്കാത്തുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് കേട്ടിട്ട് ലൈക്ക് അടിക്കാനൊക്കെ കുറെ ആളുകളുണ്ട്. കാരണം എനിക്കാണെങ്കിൽ എന്താ അറിയോ, ഇവൻ പറയുന്നത് മുഴുവനും വിഡ്ഢിത്തരങ്ങൾ മാത്രമാണ്. എന്തെങ്കിലും ഒരു ഇതുമില്ല. പക്ഷേ ഇവന്റെ നെറ്റിയിൽ ഭയങ്കര പ്രകാശമൊക്കെ ഇരിച്ചിട്ടുണ്ട്. ആ കണ്ണാടിന്റെ മുകളിൽ ഒരു നല്ല പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശിക്കുന്ന ഇതാണ്. കാരണം ആ മതത്തിനെ പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ ഇവനെ പോലുള്ള വർഗീയവാദികൾ, ഈ വർഗീയവാദികൾക്ക് നല്ല ചുട്ട മറുപടിയാണ് പറയേണ്ടത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത്തരം വർഗീയവാദികൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം വിഡ്ഢിത്തരം പറയുന്നവർക്കോ പോയിട്ട് കമന്റ് അടിക്കാൻ പോകരുത് എന്നാണ് പറയുന്നത്. അത് കമന്റ് അടിക്കുന്നതോറും അവർ റീച്ച് കൂടാണ് ചെയ്യുക. കാരണം അവർ ഈ വർഗീയത പറയുന്നത് തന്നെ റീച്ച് കൂടാനാണ്. കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചെന്ന് നമ്മളെ പോലുള്ള ആൾക്കാർ ചെന്ന് കമന്റ് അടിച്ചു കൊടുക്കും. അത് എൻ്റെ പോസ്റ്റിലാണെങ്കിലും നിങ്ങൾ തെറി വിളിച്ചിട്ടാണെങ്കിലും എനിക്ക് റീച്ച് കൂടുകയുള്ളൂ. അതുകൊണ്ട് ആ തെറി വിളിക്കാനും പോണ്ട, നിങ്ങൾ കമന്റ് ചെയ്യാനും പോണ്ട, ആ പരിപാടിക്ക് പോണ്ട, അവനങ്ങ് ചത്തോളും. പക്ഷെ നമ്മൾ ഈ വർഗീയത പറയുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ആ വികാരം അങ്ങ് കൊള്ളിക്കും. പക്ഷെ കൊള്ളിക്കാൻ അവൻ പറഞ്ഞ അങ്ങ് പോയിക്കോട്ടേന്ന്. അവൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് കൈയാണെന്നുണ്ടെങ്കിൽ അത് നേരെ കോപ്പി ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കുക എന്നല്ലാതെ അവൻ്റെ പോസ്റ്റ് കയറിയിട്ട് ഒരിക്കലും വർഗീയത പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ അവനെ തിരുത്താനോ അവനെ നന്നാക്കാനോ പോകുകയോ വേണ്ട. കാരണം എനിക്കാണെങ്കിൽ അത് അവന് റീച്ച് കൂടും. അവൻ്റെ ഉദ്ദേശം തന്നെ അവർക്ക് റീച്ച് കൂട്ടലാണ്. അതുകൊണ്ട് തെറി വിളിക്കാനേ പോകരുത്. ഒരാളെ പോസ്റ്റിലും തെറി വിളിക്കേണ്ടത്. അതിനാണ് ഒരു പ്ലസ് എന്നുള്ള ഒരു ഇത് അവിടെ ഉള്ളത്. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് 100 ആളുകൾക്കോ അല്ലെങ്കിൽ 1000 ആളുകൾക്കോ എത്തുന്നത് ഇല്ലാണ്ടാവും. ഒരാൾ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത്തരം ആളുകളെ അങ്ങനെ എസ്കേപ്പ് ചെയ്യലാണ്. അതാണ് വേണ്ടത്. അതേപോലെ കമന്റ് എന്ത് തെറി വിളിച്ചാലും അവർക്ക് റീച്ച് കൂട്ടരുത്. അവരെ ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്തരം ഇങ്ങനെ വർഗീയത പറയുന്ന ഒരു മനുഷ്യനും നമ്മൾ കമന്റ് ബോക്സിൽ കയറി ഒരു എന്ന് പോലും ഒരു ഇമേജ് പോലും അടിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ.